സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായു ഭദ്രം നോ അപി വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ ആറാമത്തെ മന്ത്രം. ഏഹ്യേഹീതി തമാഹൂതയ സുവർച്ചസ സൂര്യസ്യ രശ്മിഭിര്യജമാനം വഹന്തി പ്രിയാം വാചമഭിവദന്ത്യോർച്ചയന്ത്യ ഏഷവ പുണ്യ സുഹൃതോ ബ്രഹ്മലോക. തം അവനെ, ആ യജമാനനെ, സുവർച്ചസ ഏറ്റവും തേജസ്സുള്ള ആഹുതയ ആഹുതികൾ, സൂര്യസ്യ രശ്മിഭി സൂര്യൻ്റെ രശ്മികളിൽ കൂടി, ഏഹി ഏഹി വരൂ വരൂ, ഏഷാ ഇതാ, വ നിങ്ങൾക്ക്, പുണ്യ സുഹൃത പുണ്യമായ സുഹൃതമായ പുണ്യകർമ്മത്തിൻ്റെ ഫലമായ സുഹൃതമായ ബ്രഹ്മലോക ബ്രഹ്മലോകം ഇതി ഇപ്രകാരം, പ്രിയാം വാചം പ്രിയമായ വാക്കിനെ പറഞ്ഞുകൊണ്ടും, അർച്ചയന്ത്യ അർച്ചിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും, വഹന്തി കൊണ്ടുപോകുന്നു. ദീപ്തിയോടുകൂടിയ ആഹുതികൾ ആ യജമാനനെ സൂര്യരശ്മികൾ വഴിയായി. വരൂ വരൂ, ഇതാ നിങ്ങളുടെ പുണ്യകർമ്മഫലപ്രദമായ ബ്രഹ്മലോകം എന്നും മറ്റും പ്രിയവചനം പറഞ്ഞുകൊണ്ടും പൂജിച്ചുകൊണ്ടും കൊണ്ടുപോകുന്നു. ഇവിടെ ബ്രഹ്മലോകം എന്ന് പറയുന്നത് പ്രകരണമനുസരിച്ച് സ്വർഗമാണെന്ന് അറിഞ്ഞുകൊള്ളണം എന്ന് വ്യാഖ്യാനം. മുൻപറഞ്ഞ ശ്ലോകങ്ങളിൽ അഗ്നിക്ക് 7 ജിഹ്വകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ജിഹ്വാഭേദങ്ങളിൽ കാലം തെറ്റാതെ കർമ്മം അനുഷ്ഠിക്കുന്ന യജമാനനെ, അവൻ ചെയ്തിട്ടുള്ള ആഹുതികൾ തന്നെ, ആ ആഹുതികൾ സൂര്യരശ്മികൾ വഴിയായി. വരൂ വരൂ, ഇതാ നിങ്ങൾ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായി നിങ്ങളെ സ്വർഗലോകത്തിലേക്ക് ഞങ്ങൾ ആനയിക്കുകയാണ് എന്ന് പ്രിയവചനം പറഞ്ഞ്, നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും സ്വർഗലോകത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും ചെയ്യുന്ന, അഗ്നിയിൽ ചെയ്യുന്ന ആഹുതികൾ, ഹോമങ്ങൾ, ഇതിൻ്റെ ഫലം എന്താണ് എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും ആ അനുഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന അഗ്നിയിൽ എന്താണോ നമ്മൾ ആഹുതി ചെയ്യുന്നത്, എന്തെല്ലാമാണോ യജിക്കുന്നത്, ഇതെല്ലാം നമ്മൾ യഥാവിധി അഗ്നിയുടെ ജിഹ്വാഭേദങ്ങളിലേക്ക് 7 ജിഹ്വകളിലേക്ക് നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ, ആ അർപ്പിക്കുന്നത് കൊണ്ട്, ആ ചെയ്യുന്ന ആഹുതികൾ വഴിയായി, അത് സൂര്യരശ്മികൾ വഴിയായി ചെയ്യുന്നു എന്ന് മുൻപത്തെ 5ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. ആ സൂര്യരശ്മികളിൽ കൂടി തന്നെ ഈ യജമാനനെ സ്വർഗലോകത്തിലേക്ക് നല്ല സദ്വചനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ആനയിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ദിവസവും അഗ്നിഹോത്രം ചെയ്യുകയും അതിൻ്റെ ഓരോരോ അംഗങ്ങളെ പാലിച്ച്, ദർശം, പൗർണമാസം, ചാതുർമാസ്യം, ആഗ്രയണം, അതിഥി പൂജനം, ഹോമം, വൈശ്വദേവം എന്നീ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ആഹുതി ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മൾ സൂര്യരശ്മികളാൽ ആനയിക്കപ്പെട്ട് നമ്മൾ സ്വർഗലോകത്തിലേക്ക് ചൊല്ലുന്നു. ആ പുണ്യകർമ്മത്തിൻ്റെ ഫലമായി സ്വർഗലോകം പ്രാപിക്കാം എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്.